CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. എടപ്പാളിൽ KSRTC ബസും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് അപകടം. 40ഓളം യാത്രക്കാർക്ക് പരിക്ക്. ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിയോടെ എടപ്പാൾ മാണൂരിലാണ് അപകടം. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവ്യേഴ്സ് ദേവാലയത്തിലെ 101ാമത് സംയുക്ത തിരുനാൾ ജനുവരി 24 മുതൽ 27 വരെയുള്ള തീയതികളിലായി ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളി കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. അഞ്ഞൂർ പാർക്കാടി പൂരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ CPM പ്രവർത്തകരും അനുഭാവികളുമായ 20 പേർക്കെതിരെ കേസെടുത്തു. 15 വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ വടക്കേക്കോട്ടൂർ സ്വദേശിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. 56 വയസ്സുള്ള കൃഷ്ണനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 3ാം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച PV കുര്യൻ മാസ്റ്റർ റോഡ് നാടിന് സമർപ്പിച്ചു. ചൊവ്വന്നൂർ സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയത്തിൽ സെബസ്ത്യാനോസിന്റെയും റഫായൽ മാലാഖയുടെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവ്യേഴ്സ് ഫൊറോന പള്ളിയിൽ കർമ്മലമാതാവിന്റെയും സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് ബുധനാഴ്ച തുടക്കമാകും. കടങ്ങോട് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി മുട്ടക്കോഴി വിതരണം ആരംഭിച്ചു. പഞ്ചായത്ത് അംഗം KR സിമി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മീന സജൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ക്ഷയരോഗമുക്ത കണ്ടാണശ്ശേരിക്കായി ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ബോധവൽക്കരണ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡറായി MC ഐജുവിനെയും ചീഫ് വിപ്പായി റീന വർഗീസിനെയും തെരഞ്ഞെടുത്തു. എരുമപ്പെട്ടി കുണ്ടന്നൂർ പരിശുദ്ധ കർമ്മലമാതാ ദേവാലയത്തിൽ സെബസ്ത്യാനോസിന്റെ അമ്പുതിരുനാൾ ആഘോഷിച്ചു. കുന്നംകുളത്ത് പ്രവർത്തിച്ചു വരുന്ന അസാബ് കേരളയുടെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിന്റെ 2ാം വാർഷികം ആഘോഷിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ ഇടവക ദിനാഘോഷവും കുടുംബക്കൂട്ടായ്മ സംയുക്ത വാർഷികവും ആഘോഷിച്ചു. കടപ്പുറം തൊട്ടാപ്പിൽ മലമ്പാമ്പിനെ പിടികൂടി. പുളിഞ്ചോട്ടിൽ താമസിക്കുന്ന പണ്ടാരത്തിൽ വലപ്പാട് ഷാഹുവിന്റെ വീട്ടുവളപ്പിലാണ് പാമ്പിനെ കണ്ടത്. പട്ടികജാതി പട്ടികവർഗ പ്രശ്നങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ പൊന്നിയൂർകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിച്ചു. കടൽഭിത്തി നിർമ്മിക്കൂ, കടപ്പുറത്തെ രക്ഷിക്കൂ, സേവ് കടപ്പുറം എന്ന മുദ്രാവാക്യമുയർത്തി SDPI പന്തംകൊളുത്തി പ്രതിഷേധം നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.